ശിവന്റെ മഹിമ ഒരു ദീർഘകഥ. പുരാതനകാലത്ത് ഹിമാലയത്തിന്റെ മുകളിലെ കൈലാസം എന്ന ദിവ്യസ്ഥാനത്ത് ശിവൻ ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു. ലോകത്തിലെ സകല ജീവജാലങ്ങളുടെയും ദുഃഖവും സന്തോഷവും ഒരുപോലെ കാണുന്ന കരുണാമൂർത്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അരികിൽ പാർവതി ദേവിയും നന്ദിയും ഗണങ്ങളും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഭൂമിയിൽ വലിയ വരൾച്ച വന്നു. നദികൾ വറ്റി, കാടുകൾ ഉണങ്ങി, ജനങ്ങൾ ദുരിതത്തിലായി. രാജാക്കന്മാർ യാഗങ്ങൾ നടത്തി, പണ്ഡിതർ മന്ത്രങ്ങൾ ജപിച്ചു. പക്ഷേ മഴ വന്നില്ല. എല്ലാവരും അവസാന പ്രതീക്ഷയായി ശിവനെ സ്മരിച്ചു. അന്ന് ഒരു ചെറിയ ഗ്രാമത്തിൽ രാമൻ എന്ന ദരിദ്ര യുവാവ് ജീവിച്ചിരുന്നു. അവൻ സമ്പത്തോ ശക്തിയോ ഇല്ലായിരുന്നു. പക്ഷേ ഭക്തി നിറഞ്ഞ ഹൃദയം ഉണ്ടായിരുന്നു. ഗ്രാമക്കാർ എല്ലാവരും ദുഃഖത്തിലായപ്പോൾ, എനിക്ക് കഴിയുന്നത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു അടുത്ത കാട്ടിൽ നിന്ന് പൂക്കളും ഒരു കലശം വെള്ളവും എടുത്ത് പഴയ ശിവക്ഷേത്രത്തിലേക്ക് നടന്നു. ക്ഷേത്രം തകർന്ന നിലയിലായിരുന്നു. ചുറ്റും പുല്ലും പൊടിയും. രാമൻ ആദ്യം ക്ഷേത്രം വൃത്തിയാക്കി. പിന്നെ ശിവലിംഗത്തിൽ വെള്ളം ഒഴിച്ചു പൂക്കൾ അർപ്പിച്ചു കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഭഗവാനെ, എനിക്ക് ഒന്നും വേണ്ട. ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കണം. അവന്റെ പ്രാർത്ഥനയിൽ സ്വാർത്ഥതയില്ലായിരുന്നു. സ്വന്തം ദുഃഖം പോലും പറയാതെ മറ്റുള്ളവർക്കുവേണ്ടി അപേക്ഷിച്ചു. ആ രാത്രിയിൽ ശിവൻ രാമന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ജടയിൽ നിന്ന് ഗംഗ ഒഴുകി, നെറ്റിയിൽ മൂന്നാം കണ്ണ് തിളങ്ങി, കഴുത്തിൽ പാമ്പ് അലങ്കാരമായി. എന്നാൽ മുഖത്ത് അതിയായ ശാന്തത. ശിവൻ പറഞ്ഞു, രാമാ, ലോകത്തെ മാറ്റുന്നത് ശക്തിയല്ല, നിസ്വാർത്ഥമായ ഹൃദയമാണ്. നിന്റെ ഭക്തി എന്നെ സന്തോഷിപ്പിച്ചു. രാവിലെ ഗ്രാമക്കാർ എഴുന്നേറ്റപ്പോൾ ആകാശം മേഘാവൃതമായി. ഇടിമിന്നലോടുകൂടി മഴ പെയ്യാൻ തുടങ്ങി. വരണ്ട നിലങ്ങൾ ജീവൻ പ്രാപിച്ചു. കുളങ്ങൾ നിറഞ്ഞു. ജനങ്ങൾ സന്തോഷത്തോടെ നൃത്തം ചെയ്തു. ഗ്രാമക്കാർ രാമനെ പ്രശംസിച്ചു. പക്ഷേ രാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എന്റെ ശക്തിയല്ല, ശിവന്റെ കരുണയാണ്. ആ ദിവസം മുതൽ ആ ഗ്രാമത്തിൽ ഒരു വലിയ ക്ഷേത്രം പണിതു. പക്ഷേ രാമൻ പഴയപോലെ ലളിതജീവിതം തുടർന്നു. കാരണം അവൻ മനസ്സിലാക്കിയിരുന്നു, യഥാർത്ഥ ഭക്തിക്ക് പ്രകടനമോ പ്രശസ്തിയോ ആവശ്യമില്ല. വർഷങ്ങൾക്കുശേഷം രാമൻ വൃദ്ധനായപ്പോൾ ഒരു ദിവസം ക്ഷേത്രത്തിൽ ധ്യാനിച്ചിരിക്കെ ശാന്തമായി കണ്ണുകൾ മൂടി. ഗ്രാമക്കാർ പറഞ്ഞത്, ആ നിമിഷം ക്ഷേത്രത്തിൽ അപൂർവമായൊരു സുഗന്ധം പരന്നു, മണികൾ സ്വയം മുഴങ്ങി എന്നായിരുന്നു. ജനങ്ങൾ വിശ്വസിച്ചു, ശിവൻ തന്റെ ഭക്തനെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.